ഞാൻ 2 മാസത്തിൽ കൂടുതലായി കുരുക്ഷേത്രം എന്നും പറഞ്ഞ ഒരു ആനിമേറ്റഡ് സീരീസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു ഷോർട്സ് കണ്ടിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ് കാണാമെന്നും പറഞ്ഞു. മഹാഭാരതം അറിയാം, കഥ അറിയാം, എന്നാലും അത് കണ്ടപ്പോൾ ഒന്ന് കാണണമെന്ന് തോന്നി. അപ്പം കണ്ടപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തൃപ്തിയായി. ഒരു കാര്യമില്ല അതെടുത്ത് വെച്ച് കാണട്ടെ. കാര്യം അത്രയും എനിക്ക് കണ്ടുകൊണ്ടിരുന്നിട്ടും ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമം അതിനകത്ത് വന്ന 2 ക്യാരക്ടറാണ്. അത് ഒബ്വിയസ്ലി അതിൽ ശരി നമ്മൾ കൃഷ്ണനാണ് എപ്പോഴും ശരി എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ എനിക്ക് കണ്ടിട്ടും കുറ്റമായിട്ട് തോന്നിയില്ല. അഭിമന്യു മരിച്ചപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. അത് ചക്രവ്യൂഹത്തിൻ്റെ കാര്യം അറിയാമായിരുന്നെങ്കിലും എപ്പോഴും ഞാനത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും അവനൊന്ന് രക്ഷപ്പെട്ടെങ്കിൽ എന്ന് വിചാരിക്കുമായിരുന്നു. പക്ഷേ മരിച്ചപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. പിന്നെ കർണൻ്റെയും കാര്യം, അത് കർണൻ അവരുടെ 5 പേരുടെ സഹോദരനാണെന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അത് കണ്ടപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിലും അത് അതിൽ കൂടെ ഒന്നുകൂടെ കണ്ടപ്പോഴത്തേക്ക് ശരിക്കും ഭയങ്കര സങ്കടമായി. അത് എന്തുവാണെന്നറിയാൻ വയ്യ. കുരു പിടിക്കാനായിട്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫീഡ് എടുത്താൽ ഈ മഹാഭാരതത്തിൻ്റെ ആ ഒരു ഇത് മാത്രമേ ഉള്ളത്. അത് കാരണം എനിക്ക് കണ്ണീര് തുടച്ചിട്ട് സമയമില്ല. രാവിലെ തൊട്ട് അത് തന്നെ ഇരുന്ന് കണ്ട് എനിക്ക് കരഞ്ഞ് വയ്യ. അഭിമന്യുവിൻ്റെ കാര്യമാണ് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയത്. 16-17 വയസ്സേ ഉള്ളൂ എന്നതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ അത് എന്തോ ഭയങ്കര വിഷമമായിപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക്. കുരുക്ഷേത്രം കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കേട്ടോ. എല്ലാവർക്കും കഥ പറഞ്ഞുള്ള ആ ഒരു സീരീസ് ആണെങ്കിലും അധികം ഇല്ല, ഒരു 18 എപ്പിസോഡ് അങ്ങാണ്ടുണ്ട്. അതിരുന്ന് കണ്ടു നോക്കാം. നല്ല നമുക്ക് നിർത്താൻ, നമുക്ക് അടുത്തത് ഭാഗം എന്താണ് നമ്മൾ അറിഞ്ഞിട്ടേ നമ്മൾ എന്തായാലും നിർത്തത്തുള്ളൂ. അത് കണ്ടു നോക്കാം.